ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് 2026 ഫെബ്രുവരി മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഫലം, വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ഓവറായിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. പെൻഡിങ് ആയിട്ടുള്ള വർക്ക്, അങ്ങനെയുള്ള പെൻഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തീർക്കാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഹയർ അതോറിറ്റി, ജോലി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനും അത് നിമിത്തം ജോലിയിലുള്ള നല്ല രീതിയിലുള്ള ആ ഒരു ജോബ് റിലേറ്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകുന്ന ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരം. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ, അതായത് അങ്ങനെയുള്ള മടി നിമിത്തമുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുട്ടികൾക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സരസ്വതി ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ദൈവാധീനമുള്ള വാരമാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പാഴ്ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം നിയന്ത്രിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ വാരം മേടക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരം. വിദ്യാർത്ഥികൾക്കും നല്ല ദൈവാധീനം ഉണ്ടാവും. നല്ല രീതിയിൽ ആ ഒരു പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായി ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവക്കൂർ നക്ഷത്രക്കാരുടെ മാതാവിനും അതുപോലെ തന്നെ മാതാവിന്റെ അതുവഴിയുള്ള ബന്ധുക്കൾക്കും അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരം. ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ദൈവാധീനം ഉണ്ടാവും. കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഓർഡർ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു വാരമാകും. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായി നല്ല ദൈവാധീനമുള്ള സമയമാണ്. ചിലവുകൾ നിയന്ത്രിക്കണം. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ പ്രത്യേകം നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് കടം കൊടുക്കുന്നത് നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ ഒരു വാരം നിങ്ങൾക്ക് അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നതല്ല. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ധനപരമായി കടം കൊടുക്കുന്നത് വഴിയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഒഴിച്ചാൽ
ബാക്കി കാര്യങ്ങളെല്ലാം ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയായിരിക്കും. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള വാക്ക് തർക്കങ്ങൾ, അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കം പോലുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം നിയന്ത്രിക്കുക. ധനപരമായി കൂടുതൽ പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം തുടക്കത്തിൽ കാണിക്കുന്നതാണ്. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം, സ്വയംവര അർച്ചന നടത്തുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നു. അതുപോലെ തന്നെ ഗണപതി ഹോമം, വിഘ്നേശ്വര മന്ത്രം ജപിക്കുന്നതും തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വളരെ സഹായകരമാകും. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണേലും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കാണേലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവ് നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണേലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തതായി കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഈ ഒരു വാരം ഏൽക്കുന്നതല്ല കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു വാരം വളരെ അനുകൂലമായിരിക്കും. ആരോഗ്യപരമായി അനുകൂലമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവ്, നല്ല ദൈവാധീനമുള്ള സരസ്വതി ദേവി കടാക്ഷം, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല രീതിയിലുള്ള ആ ഒരു ദൈവാധീനം ഉണ്ടാകും. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. വിവാഹം ആലോചിക്കുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനം, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ബിസിനസ് റിലേറ്റഡ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ അങ്ങനെ കാര്യങ്ങൾ, ഓർഡർ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഭക്ഷണം, പരിചയമില്ലാത്ത ഭക്ഷണം പരമാവധി നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കൂടുതൽ ടെൻഷൻസ് ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് റിലേറ്റഡ് അങ്ങനെ ഉള്ള പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം കൂടുതൽ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. വിവാഹം ആലോചിക്കുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ ഔദ്യോഗികപരമായി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതുമായിട്ടുള്ള നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതായത് പ്രൈവറ്റ് സെക്ടർ, ഗവൺമെന്റ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, എംപ്ലോയീസിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിലും നല്ല ദൈവാധീനം ഉണ്ടാവും.
പക്ഷെ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പിതാവിന് ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോഗ്യപരമായി കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ വിവാഹം ആലോചിക്കുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പണം കടം കൊടുക്കുന്നത് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണേലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണേലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണേലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശിവപഞ്ചാക്ഷരം കൂടി ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ല ദൈവാധീനത്തോടു കൂടി മുൻപോട്ട് പോകാൻ പറ്റിയൊരു വാരമാകും കന്നിക്കൂർ നക്ഷത്രക്കാർക്ക്. അപ്പം ചെറിയ തടസ്സങ്ങളുണ്ട്, അത് മാറ്റിയെടുക്കുക. ദൈവാധീനം, നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോവുക. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾക്കുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാൽമുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ പറയുന്ന പൊതുവെയുള്ള നക്ഷത്രഫലമാണ്. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ജനന സമയത്തുള്ള നിങ്ങളുടെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് പ്ലസ് ഓർ മൈനസ് ഇതിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇത് പൊതുവെയുള്ള നക്ഷത്രഫലമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി അങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കവടി പ്രശ്നത്തിലൂടെ തീർച്ചയായിട്ടും അതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. അതിന് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ട് കൂടുതൽ പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ഈ മന്ത്രം ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് തെളിയിച്ച് സന്ധ്യാസമയത്ത് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഔദ്യോഗികപരമായി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചെറിയ ക്ലേശങ്ങൾ അവരുദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു ഓർഡർ ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. പക്ഷെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം, നിങ്ങളുടെ ടോപ്പ് മാനേജ്മെന്റിനെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനും
ജോലി സംബന്ധമായിട്ടുള്ള നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റിയ നല്ല ഒരു വാരമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ വേണം. അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത, ഓവറായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം അങ്ങനെയുള്ള തലയ്ക്കുണ്ടാകുന്ന വേദന, പ്രത്യേകിച്ച് തലവേദന, നയന സംബന്ധമായിട്ടുള്ള വേദനകൾ, ഇത് വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. കാരണം പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം ഉണ്ടാകും. സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. പക്ഷെ ബിസിനസ് റിലേറ്റഡ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാനും അങ്ങനെയുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമാണ്. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന്, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂർ നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം, നല്ല ദൈവാധീനം ഉണ്ടാവും. ഔദ്യോഗികപരമായി തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ തന്നെ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രമായിരിക്കും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു വാരമാകും. ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്രക്കാർക്ക് ബുധ ആദിത്യ യോഗം നല്ല രീതിയിലുള്ള ഒരു വാരമാകും. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക. കാരണം പാഴ്ചിലവിനുള്ള സാധ്യത മകരക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ ശത്രു തടസ്സം നേരിടുന്നതല്ല. പിന്നെ പറയുകയാണെങ്കിൽ വാഹനം ഓടിക്കുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ നിമിത്തമുള്ള അപകട സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. രാഹു മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അർദ്ധകായം മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹിക ഗർഭസംഭൂതം, തം രാഹും പ്രണമാമ്യഹം. അതുപോലെ തന്നെ ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും ഈ ഒരു വാരം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകം നിയന്ത്രിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാകും കുംഭക്കൂർ നക്ഷത്രക്കാർ. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. പക്ഷെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ കുംഭക്കൂർ നക്ഷത്രക്കാരുടെ പിതാവിന് ആരോഗ്യ ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ഈ ഒരു വാരം സാമ്പത്തികപരമായിട്ടുള്ള അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് അത്ര അനുകൂലമാവില്ല.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ ബിസിനസ് അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമല്ല. ഹനുമാൻ സ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. രാഹു മന്ത്രം ജപിക്കുന്നതും അതുപോലെ ശനി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വാരമാണ്. ശത്രു തടസ്സം ചെറിയ തോതിൽ ഏൽക്കാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. അങ്ങനെ കുടിശ്ശികയായിട്ട് പണം ആർക്കെങ്കിലും കൊടുത്ത് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാണ്. പക്ഷെ സംസാരം പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം എപ്പോഴും അത്യാവശ്യമാണ്. സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉടലെടുക്കാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള വാരമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാനൊക്കെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഭാഗ്യപരമായി നല്ല ഒരു സമയമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വാഹനമെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. പക്ഷെ ടെൻഷൻസ് കൂടുതലായിട്ടുള്ള ചിന്തകൾ നിമിത്തം ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.